യേശുമിശിഹാ ചരിത്രം ഹോളി ബൈബിൾ ലാൻഡ് ആൽബം. ജെറുസലേമിലെ വിശുദ്ധ കുരിശിന്റെ വഴി, സ്ലീവാപാത. പ്രാരംഭ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്കു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങു ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്താ മല വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലമാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ജീവിതത്തിലെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്ലീവാപാത ഒന്നാം സ്ഥലം. ഈശോ മിശിഹ കുരിശുമരണത്തിന് വിധിക്കപ്പെടുന്നു. സ്ലീവാപാത രണ്ടാം സ്ഥലം. ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. സ്ലീവാപാത മൂന്നാം സ്ഥലം. ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. സ്ലീവാപാത നാലാം സ്ഥലം. ഈശോ മിശിഹ വഴിയിൽ വച്ച് പരിശുദ്ധ മാതാവിനെ കാണുന്നു. സ്ലീവാപാത അഞ്ചാം സ്ഥലം. ശിമയോൻ ഈശോയെ കുരിശ് ചുമക്കാൻ സഹായിക്കുന്നു. സ്ലീവാപാത ആറാം സ്ഥലം. വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. സ്ലീവാപാത ഏഴാം സ്ഥലം. ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു.
സ്ലീവാപാത 8-ാം സ്ഥലം. ഈശോ മിശിഹ ജെറുസലേം നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. സ്ലീവാപാത 9-ാം സ്ഥലം. ഈശോ മിശിഹ 3-ാം പ്രാവശ്യം വീഴുന്നു. സ്ലീവാപാത 10-ാം സ്ഥലം. ഈശോ മിശിഹായുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. സ്ലീവാപാത 11-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. സ്ലീവാപാത 12-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ക്രൂശിതന്റെ 7 തിരുവചസ്സുകൾ. എലോയ് എലോയ് ലെമാ സബക്താനി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? പിതാവേ, അവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. എനിക്ക് ദാഹിക്കുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. സ്ലീവാപാത 13-ാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം പരിശുദ്ധ മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. സ്ലീവാപാത 14-ാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. സമാപന പ്രാർത്ഥന. ദൈവപിതാവേ, എൻ്റെ പാപങ്ങളെക്കാൾ വലുതാണ് അങ്ങയുടെ കാരുണ്യമെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ പരിഹാര ബലിയെയും ഗൗനിക്കണമേ. തൻ്റെ ഏകപുത്രനെ നൽകിയ ദൈവപിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച ദൈവപുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവുമുണ്ടായിരിക്കട്ടെ. ആമേൻ.
പരിശുദ്ധ ത്രിത്വ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ചരിത്രത്തിൽ ആദ്യമായി ഹോളി ബൈബിൾ ലാൻഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ക്രിസ്തുമസ് മുതൽ ഈസ്റ്റർ വരെയുള്ള ജീവിത ചരിത്രം ദൈവവചനാത്മകമായ സചിത്ര ഗ്രന്ഥമായും ലൈവ് വീഡിയോ ആൽബമായും അവതരിപ്പിക്കാനുള്ള മഹാഭാഗ്യം ലഭിച്ച എളിയ പ്രസിദ്ധീകരണ ശുശ്രൂഷയായ ട്രിനിറ്റേറിയം തൂലികാ നിലയം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ നിന്നും പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു. യേശുമിശിഹ ചരിത്രം ഹോളി ബൈബിൾ ലാൻഡ് ആൽബം. യേശുമിശിഹ ചരിത്രം എന്ന ഈ ഹോളി ബൈബിൾ ലാൻഡ് ലൈവ് ആൽബത്തിൽ 3 മണിക്കൂറോളം സമയവും സുവിശേഷ ചൈതന്യമുള്ള വിശുദ്ധ സ്ഥലങ്ങളുടെ യഥാർത്ഥ വീഡിയോ രംഗങ്ങൾ പ്രാർത്ഥനാപൂർവം ശാന്തമായിരുന്ന് ദർശിക്കുന്നതിനൊപ്പം അനുബന്ധമായ സുവിശേഷ വചനങ്ങളും നമുക്ക് ശ്രവിക്കാം. ഇസ്രായേലിലെ പാരമ്പര്യത്തിന്റെ പഴമകളാലും വളരെ ഉയരത്തിൽ പറക്കുന്ന അത്യാധുനിക ഹെലി ക്യാമറകളുടെ പുതുമകളാലും ദൃശ്യവിസ്മയമൊരുക്കി ഈ ആൽബത്തെ സമൃദ്ധമായി അനുഗ്രഹിച്ച അത്യുന്നത ദൈവമേ, ഹല്ലേലൂയ. ഹോളി ബൈബിൾ ലാൻഡ് തീർത്ഥാടന ഗ്രന്ഥത്തിൽ 400ഓളം മൾട്ടി കളർ പേജുകളിലായി ഇസ്രായേൽ, പലസ്തീൻ, ജോർദാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലുള്ള പുണ്യസ്ഥലങ്ങളുടെ ഒറിജിനൽ ഫോട്ടോകൾ ദർശിക്കുന്നതിനൊപ്പം അനുബന്ധമായ സ്ഥലകാല വിവരണങ്ങൾ കൂടി നമുക്ക് വായിച്ചു മനസ്സിലാക്കാം. ദൈവമായ കർത്താവിന്റെ പുണ്യസ്പർശനത്താൽ അനുഗ്രഹീതമായ ബേത്ലഹേമിലും ജെറുസലേമിലും ഈജിപ്തിലും നസറത്തിലും ജോർദാനിലും കാനായിലും കഫർനാമിലും ഗലീലിയായിലും താബോർ മലയിലും സമരിയായിലും ജെറീക്കോയിലും ബഥനിയിലും ഒലിവുമലയിലും സിയോൻ മലയിലും പിന്നെ ഗോൽഗോഥായിലെ പീഠാനുഭവ സ്ഥലങ്ങളിലുമെല്ലാം സുവിശേഷ വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാം. ഈ പുണ്യസ്ഥലങ്ങളിലെല്ലാം ദൈവപരിപാലനയാൽ നമ്മുടെ ഹോളി ബൈബിൾ ലാൻഡ് ആൽബം നേരിട്ട് കൊണ്ടുപോയി സമർപ്പിക്കുകയും താങ്കൾ അടക്കമുള്ള അനുവാചകർക്കെല്ലാം ദൈവവചനാഭിഷേകം നിറയാൻ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. എഴുതപ്പെട്ട 4 സുവിശേഷങ്ങളിലേക്കും നമുക്ക് കൂടുതൽ വ്യക്തത പകരുന്ന 5ാമത്തെ സുവിശേഷമാണല്ലോ അവയ്ക്കെല്ലാം പശ്ചാത്തല ഭൂമികയായ ഹോളി ബൈബിൾ ലാൻഡ്. അഭിവന്ദ്യ മാർപ്പാപ്പ വിശുദ്ധനാട് സന്ദർശിച്ച 2014 മെയ് മാസത്തിൽ തന്നെ അവിടെ തീർത്ഥാടനം നടത്തവേ തിരുക്കുടുംബദാസനായ സ്പിരിച്വൽ റൈറ്റർ ജെ തൂലിക JMJ വിശുദ്ധ നാടിന്റെ സചിത്ര ഗ്രന്ഥവും വീഡിയോ ആൽബവും ഇംഗ്ലീഷിലും മലയാളത്തിലും തയ്യാറാക്കാൻ ആരംഭിച്ചു. ദൈവകൃപയാൽ 5 വർഷങ്ങൾ നീണ്ട പ്രാർത്ഥനയുടെയും പ്രയത്നത്തിന്റെയും സാഫല്യമായി വിശുദ്ധ ബൈബിൾ തീർത്ഥാടന പരമ്പരയിലെ നമ്മുടെ പ്രഥമ ഗ്രന്ഥവും വീഡിയോ DVDയും ജെറുസലേമിലെ വിശുദ്ധ കുരിശിന്റെ വഴിയിലുള്ള ഫ്രാൻസിസ്കൻ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചുതന്നെ പ്രകാശനം നിർവഹിക്കാൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. അഭിവന്യ മാർപ്പാപ്പായുടെയും ജെറുസലേം ലാറ്റിൻ പാട്രിയാർക്കേറ്റിലെ കാത്തലിക് ആർച്ച് ബിഷപ്പ് പിയർ ബത്തീസ്ത പിസാബെല്ല പിതാവിന്റെയും KCBCയുടെയും ബൈബിൾ കമ്മീഷന്റെയും തൃശൂർ അതിരൂപതയുടെയും അധ്യക്ഷന്മാരായ അഭിവന്യ ബിഷപ്പുമാരുടെയുമെല്ലാം ബ്ലെസ്സിംഗ് മെസ്സേജുകൾ ഈ എളിയ ശുശ്രൂഷയ്ക്ക് സംലഭ്യമാക്കിയ ദൈവത്തിന് സ്തുതി. ഈ ഈസ്റ്റർ സീസണിൽ വിതരണം സമാരംഭിക്കുന്ന 3 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ DVDയും 400 പേജോളമുള്ള സചിത്ര ഗ്രന്ഥവും പെന്തക്കുസ്ത തിരുനാളിന് മുൻപായി ഓർഡർ ചെയ്യുന്നവർക്ക് സവിശേഷമായ മറ്റൊരു ആത്മീയ സമ്മാനവും കൂടി ഒപ്പം പ്രതീക്ഷിക്കാം. JMJ TV ട്രിനിറ്റേറിയം എന്ന യൂട്യൂബ് വെബ് ചാനലിലൂടെ കൃപയാർന്ന മറ്റേതാനും സാമ്പിൾ വീഡിയോകൾ കൂടി സംലഭ്യമാകുവാൻ ഈ വെബ് ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. കൂടാതെ വാട്സാപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ മുഖ്യ സോഷ്യൽ മീഡിയകളിലൂടെയും ഈ പ്രോഗ്രാമുകൾ സംലഭ്യമാണ്. യേശുക്രിസ്തുവിന്റെ വചനപ്രകാരം തന്നെ ഈ സവിശേഷ സുവിശേഷ ആൽബം പരമാവധി പ്രചരിപ്പിച്ച് ഏവരും സമൃദ്ധമായി ദൈവാനുഗ്രഹം പ്രാപിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ: ട്രിനിറ്റേറിയം തൂലികാ നിലയം, JMJ തറവാട്,
ചർച്ച് സർക്കിൾ, പോസ്റ്റ് ബോക്സ് നമ്പർ 1, തൃശൂർ 680001. ഓഫീസ് ഫോൺ 0487 244 3153. ഓഫീസ് മൊബൈൽ 8078 303153. പേഴ്സണൽ മൊബൈൽ 944 711 4714. ഇമെയിൽ ID jthulikajmj@gmail.com. വെബ്സൈറ്റ് www.trinitarium.in. യൂട്യൂബ് വെബ് ചാനൽ JMJ TV Trinitarium.